നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് സൗത്ത് ഏഷ്യയിലേക്ക് മലയാളികളുടെ സ്വന്തം കയ്യത്തെയും കനേഡിയൻ താളുകൾ നിർമ്മിക്കുന്ന മലയാളം ഹ്രസ്വചിത്രമായ കയ്യത്തെ എന്ന ഷോർട്ട് ഫിലിമാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് സൗത്ത് ഏഷ്യ ടൊറന്റോയിൽ ഒക്ടോബർ 13 ഉച്ചകഴിഞ്ഞ് 2:30 മിസിസാഗയിലെ കോട്ടിനി പാർക്കിലുള്ള സിനിപ്ലക്സ് സിനിമയിലാണ് ചിത്രം പ്രദർശിപ്പിക്കുക. നാടിന്റെ നന്മ കുടിയേറിയ ഇടത്തേക്കും പറിച്ചു നടുക എന്ന ലക്ഷ്യത്തോടെ കളിക്കൂട്ടും കൾച്ചറൽ ക്ലബ്ബ് സംഘടിപ്പിച്ച കുട്ടികളുടെ കൃഷിത്തോട്ടം എന്ന ആശയത്തിൽ ഏർപ്പെടുത്തിയ കർഷകശ്രീ 2024 അവാർഡ് നിർണയം അവസാന ഘട്ടത്തിലേക്ക്. വേരുകളിലേക്ക് മടങ്ങാനുള്ള അവസരമായി കണ്ട് കൃഷിയും കാർഷിക കരുതലുകളും അനുഭവിച്ച ഏവരെയും കളിക്കൂട്ടും കൾച്ചറൽ ക്ലബ്ബ് ചേർത്തു നിർത്തുമെന്നും മികച്ച കർഷകരെ ആദരിക്കുമെന്നും കളിക്കൂട്ടും കൾച്ചറൽ ക്ലബ്ബ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായ വിജോയ് ജോൺ, സന്തോഷ് മേക്കര, സിബി തോമസ് എന്നിവരും പ്രസിഡന്റ് ജോബി ദേവസിയും മറ്റു കമ്മിറ്റി അംഗങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇൻഡോ കനേഡിയൻ വുമൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ICWF ബിസിനസ് എക്സ്പോ സെപ്റ്റംബർ 29 വുഡ്ബൈൻ ബാങ്കറ്റ് ഹാൾ ആൻഡ് കൺവെൻഷൻ ഹാൾ ഇറ്റബിക്കോക്കിൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നടക്കും. കനേഡിയൻ ബിസിനസ്സിലെ സ്ത്രീകളെ പിന്തുണയ്ക്കാനും പൊതുജനങ്ങൾക്കുമായി സംഘടിപ്പിക്കുന്ന എക്സ്പോയിലേക്ക് ഏവരെയും ഹാർദമായി ക്ഷണിക്കുന്നു. ഫുഡ് കോർട്ടുകളും ഉത്സവാന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന വ്യത്യസ്ത ഇവന്റുകളെ കുറിച്ച് അറിയാനും നിങ്ങളുടെ പങ്കാളിത്തം രജിസ്ട്രേഷനിലൂടെ ഉറപ്പിക്കാനും www.icwf.ca എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ടൊറന്റോ നഗരത്തിലേക്കുള്ള പ്രധാന ഈസ്റ്റ് വെസ്റ്റ് റൂട്ടായ ഗാർഡിനർ എക്സ്പ്രസ് വേ അടച്ചിടുമെന്ന് ടൊറന്റോ സിറ്റി അറിയിച്ചു. സെപ്റ്റംബർ 20 രാത്രി 11 മണി മുതൽ 22 രാവിലെ 10 മണി വരെയാവും ഏകദേശം 35 മണിക്കൂറോളമാവും അടച്ചിടുക. അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ ശേഷം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്നും വാഹനങ്ങളും യാത്രക്കാരും തങ്ങളോട് സഹകരിക്കണമെന്നും അല്പം ബുദ്ധിമുട്ട് ശാശ്വതമായ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും ടൊറന്റോ സിറ്റി ഔദ്യോഗിക അറിയിപ്പിൽ കുറിച്ചു. അഴിമതിക്കാരനായ പിതൃശൂന്യൻ വിളികേട്ട് പ്രകോപിതനായി NDP നേതാവ് ജഗ്മീത് സിംഗ്. ഒരു സ്റ്റാഫിനൊപ്പം സിംഗ് പാർലമെന്റിന്റെ വെസ്റ്റ് ബ്ലോക്കിലേക്ക് നടക്കുമ്പോൾ ഒരാൾ ഇന്ന് സഭയിൽ അവിശ്വാസം അവതരിപ്പിക്കുമോ എന്നും അതിന് മറുപടിയായി അഴിമതിക്കാരൻ ബാസ്റ്റഡ് എന്ന് വിളിച്ചതോടെയാണ് ജഗ്മീത് അയാൾക്കു നേരെ പാഞ്ഞെടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഭീരുവിനെ പോലെ പിറുപിറുക്കരുതെന്ന ജഗ്മീതിന്റെ മറുപടിയിൽ പതറുന്ന ചോദ്യകർത്താവിനെയും 78 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കാണാമായിരുന്നു. ജഗ്മീത് സിംഗ് കനേഡിയൻ പൗരനെ ആക്രമിക്കുന്നുവെന്ന തലക്കെട്ടോടെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അടുത്ത ആഴ്ച ജസ്റ്റിൻ ട്രൂഡോ അവിശ്വാസ പ്രമേയത്തെ അഭിമുഖീകരിക്കും. സെപ്റ്റംബർ 25 ബുധനാഴ്ച ഹൗസ് ഓഫ് കോമൺസിൽ കൺസർവേറ്റീവുകൾ അവിശ്വാസം അവതരിപ്പിക്കുമെന്ന് അറിയിച്ചതോടെയാണ് നിലവിൽ ന്യൂനപക്ഷമായി തുടരുന്ന ലിബറൽ സർക്കാരിന്റെ ഭാവി തുലാസിൽ ആയിരിക്കുന്നത്. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണ പിൻവലിച്ചതോടെ ഏതു നിമിഷവും നിലംപൊത്താമെന്ന നിലയിൽ നിൽക്കുന്ന ട്രൂഡോ സർക്കാരിനുള്ള അഗ്നിപരീക്ഷ തന്നെയാവും ബുധനാഴ്ച വരുന്ന അവിശ്വാസ പ്രമേയം. എന്നാൽ ഒരു കളത്തിലും ചുവടുറപ്പിക്കാത്ത NDPയുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും. അവിശ്വാസത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നത് അപ്പോൾ തീരുമാനിക്കുമെന്നും NDP നേതാവ് ജഗ്മീത് സിംഗ് അറിയിച്ചു. പ്രായപൂർത്തിയാക്കാത്ത ഉപയോക്താക്കളെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ സുരക്ഷാ നടപടിയുമായി ഇൻസ്റ്റഗ്രാം. 18 വയസ്സിൽ താഴെയുള്ള ഉപയോക്താക്കളുടെ അക്കൗണ്ടുകൾ ഇനി ടീൻ അക്കൗണ്ട് സൈറ്റിംഗ്സിലേക്ക് മാറും. 13 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള ഉപയോക്താക്കളെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക ആരോഗ്യ വെല്ലുവിളികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ടീൻ അക്കൗണ്ടുകൾ വരുന്നത്. ചെറിയ പ്രായത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർ ആരുമായൊക്കെ ആശയവിനിമയം നടത്തും, അനാവശ്യമായ കണ്ടന്റുകളിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള രക്ഷിതാക്കളുടെ ആശങ്ക തനിക്ക് മനസ്സിലാകുമെന്നാണ് ഇൻസ്റ്റ മേധാവി ആദം മോസിരി പറഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം അംഗീകരിച്ച് കേന്ദ്ര മന്ത്രിസഭ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്രം ബിൽ കൊണ്ടുവരാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വരുന്ന ശീതകാല സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാനാണ് നീക്കം. കഴിഞ്ഞ മാർച്ചിലായിരുന്നു രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതതല സമിതി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ,
ഗോപിനാഥൻ പൊന്മനടിയിൽ രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.